തുറക്കാൻ പറ്റുന്നില്ലല്ലോ. എനിക്കിനി ഇങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനാവില്ലാത്തോണ്ട. ഒരു പൂ പറിക്കുന്ന സെക്കൻഡ് പോലും വേണ്ട ഡാനിക്ക്. പിന്നെ നീയാ പറഞ്ഞ് പേടി, അതെൻ്റെ രോമത്തിൽ പോലും. ഇത്രയൊക്കെ പറയണ നിങ്ങളുടെ സ്വഭാവത്തിന് എന്തർത്ഥമുള്ളൂ? ഹലോ, എക്സ്ക്യൂസ് മീ, ഒന്ന് നിർത്തിക്കേ. എങ്ങോട്ടാ കയറി? നിങ്ങളുടെ ലോകം എത്ര വിശാലമുള്ളതാണോ അത്രയും ഇനിയതാ എൻ്റെ ലോകം. കൃഷ്ണ, നന്ദി. അച്ഛ, മോൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് തോന്നാനുണ്ടോ? എൻ്റെ തെറ്റ. ആവശ്യത്തിൽ കൂടുതൽ ഒരുത്തിയോടും ഒരു സഹതാപവും കാണിക്കില്ല. എന്നോടുള്ള സഹതാപത്തിൻ്റെ പേരിലൊക്കെ ചെയ്യണേന്ന് പറയണം. ശരിയാ, ഞാൻ പറയാണ്ട് ഇങ്ങനെ എന്നെപ്പറ്റി അറിയാം. അല്ല, അവളോട് ഞാൻ എത്ര വട്ടം ചോദിച്ച് അവൾക്ക് എന്നാ പറ്റിയതാണ്. നീ പറഞ്ഞത് ശരിയാ. എന്നെ എങ്ങനെ വിശ്വസിക്കാം? എന്നെ എൻ്റെ സ്വഭാവം കൊള്ളുകയല്ലേ കർത്താവേ. കുറച്ച് മണിക്കൂറായിട്ടുള്ള വെച്ചാൽ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട് ആളെങ്ങനെയാണെന്ന്. പറയണോന്ന് ആലോചിച്ച് വേണ്ടാന്ന് തന്നെ മനസ്സ് പറയണേ. പറഞ്ഞിട്ട് എന്തിനാ? എല്ലാം കേട്ടിട്ട് പുറത്ത് കാണിച്ചില്ല വെച്ചാലും മനസ്സിൽ എന്നെ കളിയാക്കിയ ഞാൻ പറയണതൊക്കെ കള്ളാണെന്ന് വിശ്വസിച്ച് കൂട്ടിയാ ഇല്ലേച്ചാലും ആരാ വിശ്വസിക്കുക? ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രതികരണമോ മറുപടി ഒന്നും കിട്ടിയില്ല വെച്ചാൽ ഞാൻ തോറ്റുപോകും വെച്ചാ. ഡാനി എല്ലായിടത്തും ജയിച്ചിട്ടോട് അവളുടെ മുന്നിൽ എനിക്ക് ഉത്തരവില്ലാതായി പോയത് തന്നെ കർത്താവേ. ഇത് ശരിയാവുകയല്ല. ഹലോ, നിനക്ക് എന്നാ ഡാനി, ഉറക്കമൊന്നുമില്ലേ? എൻ്റെ ഉറക്കം കളഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായോ? നീ ഉറങ്ങിയാലും ഇല്ലേലും ഞാനൊരു കാര്യം അങ്ങ് പറഞ്ഞേക്കാം. നീ എന്നാ കാണിച്ചിട്ടാണേലും നാളെ ആ കൊച്ചിനെ ഇവിടുന്ന് കൊണ്ടുപോയിക്കണം, കേട്ടല്ലോ? നാളെ രാവിലെ. ഡാനി, ഇവൻ എന്നതാ പറ്റിയേ? എടാ കോപ്പ് ഉറങ്ങടാ. ഒരിടപാടാണോ കുന്തം? നല്ല ഉറക്കമായിരുന്നില്ലയോ? അങ്ങനെ ഇപ്പോൾ എൻ്റെ ഉറക്കം കളഞ്ഞേച്ച് നീ പോണം കണ്ട. അത് പിന്നെ സോറി, വിഷമമായിട്ടുണ്ടേ, സോറി. ചിരിച്ച് നിറഞ്ഞ് എൻ്റെ മനസ്സ് നിറഞ്ഞ്. ഞാൻ ചിരിച്ചിട്ടൊന്നുമില്ല. വലിയ ജാട.
ചാട ഞാൻ അങ്ങനൊന്നും അല്ല. പിന്നെ പിന്നെ നീ എങ്ങനാ? എന്നോട് പറ, കേക്കട്ടെ. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ശരിയടാ, അപ്പോൾ ഉറങ്ങിക്കോ. ഞാനും കൂടെ പോയി ഒന്ന് ഉറങ്ങട്ടെ. ഇനി എന്നെ ഉറങ്ങാനാ, നേരം വെളുക്കാറേ. അയ്യോ, അപ്പൊ ഉറങ്ങിയില്ലേ ഇതുവരെ? എവിടുന്ന് ദുഷ്ട, എൻ്റെ ഉറക്കമൊക്കെ കൂടി കളഞ്ഞേച്ച് നീ അങ്ങ് സുഖമായിട്ട് ഉറങ്ങിയല്ലയോ? നീ എന്നെ ഒരുത്തിയാടി, മനസാക്ഷിയില്ലേ? ഒന്നുമില്ലല്ലോ, ഞാൻ അപ്പുറത്ത് മുറി താമസിക്കുന്ന ഒരു വ്യക്തിയല്ലയോ? പിന്നെ പോട്ടെ. അത് എൻ്റെ പോകുന്ന വഴി കൂടെ എല്ലാം വിതരണം ചെയ്ത് നടക്കാതെ സൂക്ഷിച്ചു വെക്കാൻ നോക്ക്. അത് തറയിൽ ഇങ്ങനെ കിടക്കുന്നതിനേക്കാളും കാലേ കിടക്കുന്ന കാണാൻ തന്നെയാണ് രസം. കുന്തം. നിനക്ക് ചായ എന്തെങ്കിലും വേണോടി വെച്ചേ? വേണ്ടല്ലോ, ഉറങ്ങിക്കോ. അല്ല, എനിക്ക് വയ്യ, അതുകൊണ്ടാണ്. ഒന്ന് ഉറങ്ങട്ടെ, ഭയങ്കര ക്ഷീണമാണ്. ഉറങ്ങിയില്ലല്ലേ എൻ്റെ കാശെല്ലാം കൂടെ ആ പീറ്ററിൻ്റെ വേഷത്തിരിക്കും. ഇച്ചിരിയും കൂടെ ഉറങ്ങിക്കോ, എന്നിട്ട് എണീറ്റാൽ മതി. ഒന്ന് നിൽക്കോ? സോറി. വേണ്ട, സോറി ഞാൻ അർഹിക്കുന്നില്ല. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ വെച്ചേ. അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നൊരു ദിവസം ഇന്ന് രാവിലെ പരിചയപ്പെട്ട എന്നെ നീ എങ്ങനെ വിശ്വസിക്കാനാ? പിന്നെ സഹതാപം തോന്നിയുള്ളതൊക്കെ സത്യമാണ്. ഒരു കണക്കിന് ഇതൊക്കെ ട്രീസയ്ക്ക് വേണ്ടി തന്നെയല്ലേ ചെയ്തേ? അല്ലെങ്കിൽ ഞാൻ നിന്നെ വക വയ്ക്കത്ത് പോലും ഇല്ലായിരുന്നു. എന്നാലും കൊച്ചിൻ്റെ ഹൃദയത്തിന് താങ്ങാൻ പറ്റാത്തതിനോട് വലിയ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. അതിന് കുടുംബക്കാരുടെ ഭാഗത്തു നിന്നാണോ കെട്ടിയവൻ്റെ ഭാഗത്തു നിന്നാണോ അറിയാൻ മേലാത്തത്. കാര്യം എന്ന് പറഞ്ഞാലും നീ മിടുക്കിയ, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു ഒത്തിരി. ഞാൻ എന്നതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് നിൻ്റെ നിലപാടുണ്ടല്ലോ, ഞാനൊരുമാതിരി ആൺകൊച്ചുങ്ങളോട് പെരുമാറുന്ന പോലെ. ഞാനങ്ങനെ ദേഷ്യം വന്നാൽ എങ്ങനെയും ദേഷ്യം തീർക്കും, കരയാൻ വന്നാൽ കരഞ്ഞു തീർക്കും, ചിരിക്കാൻ വന്നാൽ ചിരിച്ചു തീർക്കും, അത്രയേ ഉള്ളൂ. പിന്നെ നീയായിരുന്നു ശരി. പിന്നെ ആലോചിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായേ, ഞാൻ കാണാത്തപ്പോഴും അറിയാത്തപ്പോഴൊക്കെ ഒത്തിരി ഇരുന്ന് കരയുന്നുണ്ടെന്ന് എനിക്കറിയാം. പോരാത്തതിന് തല മുതൽ കാല് വരെയുള്ള മുറിവ്. എങ്ങനെ സഹിക്കുന്നുണ്ട് കൊച്ചി ഇതൊക്കെ? സമ്മതിച്ച്. ഞാൻ എന്നതൊക്കെ ഇന്നലെ പറഞ്ഞു നിൻ്റെ അച്ഛനെയും അമ്മയും. സോറി. ഇത്ര ചെറിയ പ്രായത്തിൽ നിനക്കറിയാമോ, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാലിൽ ഒരു മുള്ളു കൊള്ളാൻ പോലും ഞാൻ ഉപയോഗം സമ്മതിക്കില്ല. അവൾക്ക് എന്നെ പ്രായമുണ്ട്, നിൻ്റെ അങ്ങോട്ട് 4-5 വയസ്സിനുള്ളത്, അത്രേ ഉള്ളൂ. ഈ ബോധോദയം വീഴാൻ കുറച്ച് സമയം എടുത്തത് എനിക്ക്. നിൻ്റെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നേലും എൻ്റെ കയ്യിൽ നിന്ന് എന്നൊക്കെ ഊറ്റിയാനായിരുന്നു. അല്ല, അങ്ങനെ കുറേ എണ്ണത്തിന് ഞാൻ കണ്ടിട്ടുമുണ്ട്. കൊടുക്കുന്നതിനല്ല കേട്ടോ ഞാൻ പറഞ്ഞേ. നീ എന്നാ ചിന്തിച്ചതെന്ന് എനിക്കറിയില്ല, എന്നാലും എൻ്റെ ഒരു ഊഹത്തിൽ ഞാനങ്ങ് പറയാം. നിനക്ക് എന്നതോ ഒരു വലിയ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. മേ ബി ഞാനും കൂടെ ഇടപെട്ട് അത് കുളമാകും. ഇനി നിൻ്റെ ഒരു മൈൻഡ് വെച്ച് എനിക്കൊരു പ്രശ്നം ഉണ്ടാകുമെന്നൊക്കെ വിചാരിച്ച് കാണും, അല്ലയോ? എന്നതാണേലും പോട്ടെ. നീ കംഫർട്ടായി വെച്ച് മാത്രം പറ്റുവാണേലും നിൻ്റെ വിഷയം എന്നാന്ന് പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ പറഞ്ഞില്ലേലും ഇറങ്ങിപ്പോയേക്കല്ലോ. ചിലർക്കേ ഒരു പ്രത്യേക ബ്യൂട്ടിയാണ്, അതങ്ങനൊന്നും പെട്ടെന്ന് ആർക്കും കാണാനും ഒക്കുകയില്ല. അങ്ങ് സുഖിച്ച് എങ്ങോട്ടാ പൊങ്ങി. സത്യവാടി വെച്ച് അവന് ഭാഗ്യമില്ല കേട്ടോ. വിരോധം തോന്നരുത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇത്ര വേണേച്ചാലും പറഞ്ഞോ. അയാളുടെ കാര്യമൊന്നും പറയരുത്. ആ കണാപ്പിനോട് പോകാൻ പറ, ഞാൻ കൊച്ചിൻ്റെ കൂടെയാ. അല്ല, ഇനി അങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് വേണേച്ചാലും പറഞ്ഞോ. ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ്. മതി, കാണി റെഡി.
കൃഷ്ണ, എന്തൊരു മനുഷ്യനാ. ഒന്നും അറിയാത്ത പോലെയാ ഇപ്പൊ ഒന്ന് സംസാരിക്കണേ. ഒരു പെങ്ക ചുറങ്ങിക്കിടക്കുന്നതിനകത്തോട്ട് എങ്ങനെ കയറി ചെല്ലുന്നേ? മോശമല്ലയോ? അത് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. എനിക്കെന്നെ ബ്രഷ് എടുക്കണ്ടായോ? പാവം പെങ്കച്ച്, ഇന്നലെ എനിക്ക് എന്നതിൻ്റെ കേടായിരുന്നു. അവളുടെ നാക്കും മോശമൊന്നുമല്ല. അത് എന്നതായിരുന്നു നീ എന്നെ പറയാൻ വന്നേ? ഇതെന്റെ മുറിയാ വെച്ചാ, അതാ നേരെ ഇങ്ങോട്ട് കയറി പോന്നെ. അതല്ല, അത് എന്നതാ? സംഗതി എനിക്ക് പിടി കിട്ടി. ഇന്നലത്തെ കാര്യമെല്ലാം കൂടെ മനസ്സിൽ വെച്ചല്ലയോ നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ? ഞാനൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ എന്നാ നീ എന്നെ പറയാൻ വന്നേ? അത് പറ ആദ്യം. ഞാൻ പറഞ്ഞത് അത് ബ്രഷോ? എന്നെ പല്ല് വെക്കണോ? ഇപ്പൊ വേണ്ട. പിന്നെ എന്നാടി കൊച്ചേ പറയേ? ഞാൻ ഇന്നലെ അതിട്ട പല്ല് തേച്ചത്. എന്നതാ? നീ എന്നെ ബ്രഷ് ഇട്ടാണോ പല്ല് തേച്ചേ? നിന്നോട് ഞാൻ പൊട്ടിക്കാതെ എടുക്കാനല്ലോടി പറഞ്ഞേ. തെരഞ്ഞു പിടിച്ച നീ കറക്റ്റ് എൻ്റെ തന്നെ എങ്ങനെ എടുത്തേ? എന്താ കാട്ടിയേ? എൻ്റെ പൊന്നു കർത്താവേ. എന്നായാലും സാരമില്ല, ഇതുവരെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? അപ്പോൾ ആശ്വസിക്കാം, സമാധാനം. എന്നാലും കൊച്ചി പണി കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പോട്ടെ, നീ പേടിക്കണ്ട കേട്ടോ, എൻ്റെ വല്ല സൂപ്പറാ. അല്ല, ഇനി ഞാൻ പേടിക്കേണ്ടി വരുമോ? കാര്യം എന്നതായാലും എൻ്റെ കയ്യിലും ഉണ്ടേ തെറ്റ്. ഞാൻ പറഞ്ഞു തരേണ്ടതല്ലായിരുന്നോ? ഹെൽത്തിനത്ര നല്ലതല്ല. ഞാൻ സാരമില്ല. നീ ഇന്നലെ ഛർദ്ദിച്ചതൊക്കെ ഇല്ലയോ? ഇന്ന് ഞാൻ പല്ല് കേൾക്കാൻ നന്നായി. എൻ്റെ കർത്താവേ. എന്നാലും എൻ്റെ ബ്രഷ്. പിന്നെ ഫ്രഷ് ആയ ചെന്നെ വിളിക്കുക. കഴിച്ചേച്ച് മെഡിസിൻ കഴിക്കണ്ടായോ? ഞാൻ വന്ന് ഹാളിലോട്ട് കൊണ്ടുപോയിക്കോളാം. ഇവിടെ ഇരുന്നാൽ മതി. ഞൊണ്ടങ്കാലം വെച്ചോണ്ട് ഇറങ്ങണ്ട, പിന്നെ അതെനിക്ക് ഇരട്ടിപ്പണിയാവും. നീ എവിടെയും പോയി കിടക്ക്. എന്നെ ധൈര്യത്തില്ല പന്ന മരച്ചയുടെ കൂടെ. ഞാൻ കോളേജിൽ പോവാ. എൻ്റെ പൊന്നു കുഞ്ഞോളെ, ഞാൻ മരച്ചിടം കുറിച്ചിടം കൂടെ ഒന്നും അല്ല. എനിക്ക് പോലും അറിയാത്ത ഏതൊരു ഇസയുടെ കൂടെ ഒരു ഇമോജി വല്ല അയച്ചാൽ മതി എൻ്റെ പൊന്നോ. ഇല്ലെങ്കിൽ എഴുന്നേറ്റോ? ചായ കുടിച്ചോ? ഇല്ല. നിനക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഹാപ്പി ന്യൂസോ? എന്നത്? ഗ്യാസിനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്നെല്ലാം കൊണ്ട് വിടാം. ഇന്നല്ല നാളെ. ഇനിയിപ്പോ നീ അവിടെ കാണുകയല്ലോ. അതുകൊണ്ടാണ് നാളത്തേക്ക് വിടാന്ന് വെച്ചേ. നാളെ നീ ഫ്രീ. ഫാമോസിന്റെ പുള്ളിക്കാരുടെ കൈ കൊടുത്താൽ മതി. വിശ്വസിക്കാവുന്ന ആളാ. ഞാനും കൂടെ നോക്കട്ടെ. ഈ കാര്യത്തിൽ ഞാൻ പറയുന്നതിനപ്പുറത്ത് എന്നാ നോക്കാനാ? ഒന്നും നോക്കാനില്ല. നീ അതങ്ങ് ചെയ്തേച്ചാ മതി. സോറി മാഡം, ഞാൻ എൻ്റെ നിലയും വിലയൊക്കെ അങ്ങ് മറന്നുപോയി. താങ്കളാണ് എനിക്ക് കഞ്ഞി തരുന്നതെന്ന് ഒരു നിമിഷം അങ്ങ് മറന്ന്. രാവിലെ എൻ്റെ മൂഡ് കളയാതെ വെച്ചിട്ട് പൊടിക്കോപ്പേ. ശരി, നീ വെച്ചേ. അയ്യോ, തമ്പുരാനെ, കൊച്ചി താൻ ഓക്കെ അല്ലോടാ? തലയിടിച്ച്
തല ഇടിച്ച് വീഴുമ്പോൾ പിന്നെ തല ഇടിക്കാതെ നീ എന്നെ ഉണ്ടാക്കാനാടി ഇപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി വന്നത്. ഇത് എൻ്റെ വായിന്ന് പുളിച്ചതുപോലെ ഇറങ്ങുവേ. എന്നെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലയോ. ഞോണ്ടി ഞോണ്ടി നടക്കുന്ന പോരാഞ്ഞ അവൾ സാരി കൊടുത്തോണ്ട് ഇറങ്ങിയേക്കുന്നേ. സാറോ? സാറല്ലേ കീറ്. ഈ സാറേ കീറി എന്നുള്ള വിളിയൊക്കെ അങ്ങ് നിർത്തിട്ട് നീ വേറെ എന്തെങ്കിലും വിളിക്കാൻ നോക്ക്. എനിക്ക് എന്താ വിളിക്കേണ്ടത്? നിനക്ക് എന്നാ പ്രായമുണ്ട്? എനിക്ക് 24. കണ്ട പറയല. എന്നതായാലും നിന്നേക്കാളും 4-5 വർഷം മുന്നേ ക്രിസ്മസ് കൂടിയതാ ഞാൻ. ആ നീ വേണേ പേരങ്ങ് വിളിച്ചോ. എന്താ പറയണേ? 4-5 വയസ്സിന് മൂത്ത ചേട്ടനെയാണോ പേര് വിളിക്കണേ? നിനക്ക് അങ്ങനത്തെ ഫോർമാലിറ്റീസ് ഒക്കെ ഉള്ള സ്ഥിതിക്ക് താനിച്ചായെന്ന് വിളിച്ചോ. എന്നാ പിന്നെ ഫസ്റ്റ് ട്രയൽ അങ്ങ് നടത്തിയേക്കാം. എന്നാ പറയുന്നത്? എന്താ ട്രയല്? കേക്കട്ടെ. വിളിക്ക്. ഹാ ഡാനിച്ചായ അങ്ങോട്ട് വിളിക്കടി. വിളിക്കാൻ അങ്ങനല്ല, സമാധാനത്തില്. സാരമില്ല, പോട്ടെ. ദേ ഇനി എന്താ അതിപ്രസംഗം ഒന്ന് കാണിച്ചു വെച്ചേക്കരു കേട്ടല്ലോ. ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാൻ. എനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിലോ? അതുകൊണ്ടല്ല, എനിക്ക് ഇതൊക്കെ ശീലമായില്ല. ആഹാ അതോളാം കേട്ടോ. ചില ശീലങ്ങൾ കൊണ്ട് അങ്ങനെയും ഗുണമൊക്കെ ഉണ്ടല്ലേ. വീട്ടിലുള്ള ഒരെണ്ണത്തിനെ ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ ഒന്ന് പഠിപ്പിക്കാം. സിറ്റുവേഷൻ എപ്പോഴാ മാറി മറിയെന്ന് പറയാൻ പറ്റുകയല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്നാലും പറഞ്ഞോടി വച്ചേ. കഴിക്ക്. നല്ല വിശപ്പുണ്ടായിരുന്നല്ലയോ? നല്ല രുചി. കഴിക്കണില്ലേ? നീ ആവശ്യത്തിന് കഴിക്ക. എന്നിട്ട് ഞാൻ കഴിച്ചോളാം. വേണ്ട, ഇതിന്ന് കഴിച്ചോ. വേണ്ടടി കൊച്ചേ, നിനക്ക് വേണ്ടി വാങ്ങിയതാ. കഴിക്ക. പറ്റില്ല, എൻ്റെ ഒപ്പം കഴിക്കോ? ഇല്ലച്ചാ എനിക്ക് എന്ത് പോലെയാവും. അത് ഈ ഗ്രീൻ പീസിനോട് എനിക്ക് വലിയ താല്പര്യമില്ലടി കൊച്ചേ, അതുകൊണ്ടാണ്. അവിടെ ആണെങ്കിൽ വേറൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറേ ദൂരെ പോകണം. നിന്നേട്ട് വെച്ചാൽ എങ്ങനെ ഇത്രയും ദൂരെ പോയിട്ട് വരുന്നേ? അയ്യോ, ഇപ്പം എന്താ ചെയ്യാ? അത് കുഴപ്പമൊന്നുമില്ല എൻ്റെ കൊച്ചേ, ഞാൻ പോകുന്ന വഴി തട്ടിക്കോളാം. വേദനിക്കുന്നുണ്ടോടി കൊച്ചേ? തലയിടിച്ച് വീണതല്ലയോ? പറയാൻ മേലായിരുന്നു നിനക്ക്. ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വിചാരിച്ച് കാണുമായിരിക്കും അല്ലയോ? കഴിക്ക്. എൻ്റെ കർത്താവേ. പിന്നെ നീ സാരി കൊടുത്തോണ്ട് നടക്കാനും ഇരിക്കാനോ നിൽക്കണ്ട. 3-4 ദിവസം ഇവിടെ നിൽക്കണതല്ലയോ. കുറച്ച് ഫ്രീ ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രസ്സ് വേണം ഇടാൻ. ഞാനൊരു കാര്യം ഒന്ന് പറയാം. എൻ്റെ കുറച്ച് ടീഷർട്ട് നിക്കറൊക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ എടുത്തിട്ടോ. നല്ല നൈസ് തുണിയാണ്. ബോക്സറായതുകൊണ്ട് മുറിവിലൊന്നും കൊള്ളുകയില്ല. അല്ല നീ അങ്ങനത്തെയൊക്കെ ഇടുവോ? ഇടുന്നതിനിപ്പോൾ എന്താ, ഇവിടെ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. എന്നാ വേണ്ട, നീ കഴിക്ക്. ഞാനിപ്പോൾ വരാവേ. എനിക്കൊരു സമാധാനവുമില്ല. എന്നാ ഇപ്പോ? അറിയാല, നീ എൻ്റെ അടുത്തുനിന്ന് ഒത്തിരി അകന്നു പോകുന്നല്ലോ തോന്നുന്നു. എന്നത്തിന് മുമ്പേ കോള് കട്ട് ചെയ്തേ? അത് വേണ്ട, എനിക്കറിയാല. ഒന്നും പറയണ്ട. ഞാൻ രാത്രി ഞാൻ അവിടെ നിന്ന് പോന്നപ്പോൾ മുതൽ നീ എന്നെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നീ ഇവിടെ സേഫായിട്ട് എത്തിയോ? റൂം റെഡിയായോ? ഫുഡ് കഴിക്കുന്നുണ്ടോ? ഉറങ്ങുന്നുണ്ടോ? പ്രോഗ്രാം അറ്റൻഡ് ചെയ്തോ? എന്നതേലും തിരക്കുന്നുണ്ടോ? എപ്പോൾ വിളിച്ചാൽ ആ കൊച്ചു കഴിച്ചു, ആ കൊച്ചു കുടിച്ചു, ആ കൊച്ചു അത് ചെയ്തു, ആ കൊച്ചു ഇത് ചെയ്തു. മടുത്തു, വയ്യ. സത്യം പറഞ്ഞോ, എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒരു മൂടുമില്ല. എനിക്ക് വയ്യ നിന്നോട് സംസാരിക്കാൻ. താല്പര്യമില്ല. ട്രീസ് ചെയ്തെൻ്റെ ജീവിതമാടി. ഒന്ന് മനസ്സിലാക്കുക. നിന്നെ മാത്രം കുറ്റം പറയുമല്ല, മനസ്സിലാക്കണ്ടേ? നിന്റെ ജീവിതം ഞാനല്ലേ? നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് എന്നെ ചുമ്മാതല്ല. നീ എന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാൻ എന്നതാണെന്ന് നീ ഒന്ന് മനസ്സിലാക്ക്. എൻ്റെ ഇഷ്ടം എന്നതാ, ഞാൻ എന്നതാണെന്ന് അതാ നീ മനസ്സിലാക്കേണ്ടത്. ഞാൻ എന്നതാണെന്ന്. നിന്നെക്കുറിച്ച് ഞാൻ എന്നാ മനസ്സിലാക്കാത്തേ? നിന്റെ ഫാമിലി, നിന്റെ ജോലി, നിന്റെ റെപ്യൂട്ടേഷൻ, നിന്റെ സ്റ്റാറ്റസ്, പിന്നെ നിന്റെ ലൈഫ് ഷെയർ ചെയ്യാൻ പോകുന്ന ആള്. ഇതിൽ കൂടുതൽ ഞാൻ എന്നെ മനസ്സിലാക്കണ്ടേ? അത് ഈ പാലാ ടൗണിലോട്ട് ഇറങ്ങി ഏത് പട്ടിയോട് ചോദിച്ചാലും അറിയാവിടെ. പക്ഷെ എനിക്ക് എന്നതാ വേണ്ടതെന്ന് മാത്രം നിനക്കറിയില്ല. നിന്നോട് മാറാൻ ഞാൻ പറഞ്ഞിട്ടില്ല. നീ എന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഒന്നുമില്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ? ഞാൻ എന്നതാ നീ മനസ്സിലാക്കാത്തേ?
നിന്നോട് സ്നേഹവും വിശ്വാസവും ഉള്ളതുകൊണ്ടല്ലേ ഇപ്പോൾ ആ പെൺകൊച്ചിനെ പോലും നിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോകുന്നേ. എൻ്റെ പൊന്നു മോളെ, അതിനെക്കുറിച്ച് വലിയ ന്യായമൊന്നും നീ നിരത്തണ്ട. എടി, നാട്ടിലാരെങ്കിലും ചെയ്യുന്ന പണിയാണോ സ്നേഹിക്കുന്ന പുരുഷനെ വേറൊരു പെണ്ണിൻ്റെ കൂടെ വിട്ടിട്ട് പോകുന്നത്? നിനക്കപ്പോൾ എന്നാ വേണ്ടേ? നിനക്ക് നിൻ്റെ പൈസയും നിൻ്റെ സ്റ്റാറ്റസും വെച്ചോണ്ടിരിക്കടി അവിടെ. എന്നിട്ട് അവളുടെ കോണാപ്പിക്കാനായിട്ടൊരു ഭരണം. ആ കൊച്ചവിടെ ഇരിക്കുന്നുണ്ട്, അത് എൻ്റെ നിയന്ത്രണം വിട്ട ട്രീസ. എന്നിട്ട് എന്നാക്കിയ അവളെ തൊടരുത്, പിടിക്കരുത്, എടുക്കരുത്. പിന്നെ നിൻ്റെ തൊന്തപ്പടി വരുകൂടി എടുക്കാനും പിടിക്കാനും. വരണമെങ്കിലേ വർക്കി ഒന്നുകൂടെയും ജനിക്കണം. ഇതേ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം, ശ്രദ്ധിച്ചങ്ങോട്ട് കേട്ടോ. ആ കൊച്ചിനെ എടുക്കാനും പിടിക്കാനും ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. എടുത്തൊന്നും വരും, പിടിച്ചൊന്നും വരും. അതിൻ്റെ പേരിൽ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വന്നോണ്ടല്ലോ. അത് അവളെന്നല്ല, അവളുടെ സ്ഥാനത്ത് ഏത് അപ്പാപ്പന്മാരായാലും ഞാൻ ഇതേ ചെയ്യത്തുള്ളൂ. പിന്നെ രാത്രി നിനക്ക് എന്നായിരുന്നു ഡാനി? എന്നാ ബാധ കയറിയതായിരുന്നോ? നേരം വെളുക്കുമ്പോൾ അവളെ ഇവിടെ കണ്ടേക്കരുതെന്നായിരുന്നല്ലോ ഓർഡർ. കൃഷ്ണ, ഇങ്ങനെ ഒന്ന് വിളിക്കുക, കുറെ നേരമായില്ല. പിന്നെ ഞാൻ വെക്കുക. ശരി, ശരി, ബിസിയാ. പിന്നെ നീ എന്നോട് ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയല്ലേ? എങ്ങനെ ഇരിക്കുന്നു? പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഞാൻ പറഞ്ഞതെല്ലാം ഒന്ന് നന്നായിട്ട് ചിന്തിച്ചു നോക്കൂ നീ. ഐ ഫീൽ നിനക്ക് വട്ട് തന്നെയാ, ഭ്രാന്ത്. ആരെങ്കിലും സ്വന്തം ഫിയാൻസിയെ മറ്റൊരു പെണ്ണിനോട് താമസിക്കാൻ സമ്മതിപ്പിക്കുമോ? എനിക്കിപ്പോൾ നിന്നെ ഓർത്ത് സഹതാപമാണ് തോന്നുന്നേ. ശരിയാ, നിന്റെ ഡാനിക്ക് അതുപോലുള്ള ചിന്തകളൊന്നും വരില്ല. അവനൊരാണാ കൂടെ. എല്ലാവരും കണക്ക് കൂട്ടുന്നില്ല, ഡാനിയെ കൂട്ടത്തിൽ കൂട്ടണ്ട. ഐ നോ ഹിം, ഐ ട്രസ്റ്റ് ഹിം. പിന്നെ ഇതൊക്കെ ഈ ഫീൽഡ് എത്ര കണ്ടിരിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവേഴ്സ്. അവൻ്റെ ഫീൽഡ് വേറൊന്നാ. ഒരു ഡോക്ടറായിട്ട് നിൽക്കുമ്പോൾ അതൊരു പേഷ്യൻറ്റ്. അവനൊരു ഡോക്ടറൊന്നും അല്ല. ആ പെണ്ണ് എങ്ങനെയുള്ളവളാണെന്ന് ആർക്കറിയാം? ഏത് വഴിയൊക്കെ ചാടിയിട്ടായിരിക്കും ഇപ്പം ഇവിടെ വന്ന് നിൽക്കുന്നത്. നീ എന്നെങ്കിലും വെറുതെ ടെൻഷൻ ആക്കാതെ. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഡാനി അത്രയ്ക്ക് തരം താഴുവോ? നെവർ. എന്നൊക്കെ കാണിച്ചാൽ ഈ കഴുത്തിലെ അവൻ മിന്നു കെട്ടത്തുള്ളൂ. ഓ മൈ ഗോഡ്, റിയലി യു ആർ സച്ച് എ മാഡ്, യു നോ. അവൻ ഇന്നും അവൻ്റെ കുറേ സങ്കല്പങ്ങളും സ്വപ്നങ്ങളുമായിട്ട് നടക്കുക. അതിൻ്റെ 7 അയലത്ത് പോലും നീ ഇല്ല. ഉണ്ട്, ഞാൻ മാത്രമേ ഉള്ളൂ. ഇന്നലെ അവൻ എന്നോട് പറഞ്ഞു. ആദ്യമായിട്ട് അവൻ എന്നോട് അങ്ങനെ പറയുന്നേ. എന്താ പറഞ്ഞേ? കെട്ട് നടത്താന്ന്. എന്നെ സ്നേഹിക്കാത്തത് കൊണ്ടാണോ അങ്ങനെ പറഞ്ഞേ? പിന്നെ അവൻ്റെ ഫാമിലി, അതാ എനിക്ക് ദേഷ്യം വരുന്നത്. ആഫ്റ്റർ മാരേജ് ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ നടത്തിയെടുക്കും. ഡാനി, അവനെ എൻ്റെ സ്വപ്നം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഗുഡ്. നീ സ്വപ്നം കണ്ടിരുന്നോ? ആരും ചെയ്യാത്തൊരു കാര്യം കാണിച്ചു വെച്ചിട്ട്. ഇതിലിപ്പോൾ ഞാൻ എന്നെ ചെയ്തു എന്നാ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എല്ലാം. അപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻ ഇറ്റ് വാസ് റിയലി ഹൊറിബിൾ. ഇപ്പോഴും നീ അതിനെ ന്യായീകരിക്കുവാണ് എൻ്റെ ട്രീസ. നിന്റെ വണ്ടി ഇടിച്ചിട്ട് ആ കുട്ടി ആ നിലയിലെത്തിയെങ്കിൽ നീ തന്നെ എല്ലാം ചെയ്തു കൊടുക്കണമായിരുന്നു. സെഡേഷൻ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നടന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ആ കുട്ടിയെ ഭദ്രമായിട്ട് വീട്ടിലെത്തിച്ചിരുന്നെങ്കിൽ ഇത്ര കൂളായിട്ട് തീരേണ്ട പ്രശ്നമായിരുന്നു. അതെങ്ങനെ ആ സമയത്ത് നിനക്ക് നേടാൻ പോകുന്ന ലക്ഷ്യങ്ങളെക്കുറിച്ചും വരാൻ പോകുന്ന സ്റ്റാറ്റസിനെ കുറിച്ചും മാത്രമായിരുന്നല്ലോ ചിന്ത. ഇതേ തീഷ്ണത നാളെ നഷ്ടപ്പെടലും ഉണ്ടാവണം. നീ ആഗ്രഹിച്ച് സ്വന്തമാക്കിയ നിന്റെ നിധിയാണ് നീ സ്റ്റാറ്റസിനും റെപ്യൂട്ടേഷനും വേണ്ടി പണയം വെച്ചിരിക്കുന്നതെന്ന് ഓർത്താൽ മതി. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്തായാലും നേഴ്സല്ലേ, റെഡിയാക്കി തരാം. എടി കൊച്ചേ, ഞാൻ ഇറങ്ങുവാന്നേ. ഹാ, ഒന്ന് ചിരിക്കടി ഉവേ. പിന്നെ ഇന്നലെ ഇറങ്ങിപ്പോകാൻ നോക്കിയ പോലെ ഒന്ന് നോക്കിയേക്കല്ലേ. ആ വെള്ളം തിന്നാൻ വേണല്ലേ, അടുക്കളയിലുണ്ട് കേട്ടോ. സഹായമില്ലാതെ നടക്കുമല്ലോ അല്ലേ? ആ കഥക് ഞാൻ പൂട്ടിയച്ചപ്പോൾ നിനക്ക് നടക്കാനോ ഇരിക്കാനോ തോന്നുവാണേലേ ഈ വീട്ടിനകത്ത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. എവിടെയാണെന്ന് വെച്ചാൽ നടക്കുമോ ഇരിക്കുമോ എന്നെ വേണേലും ചെയ്തോ, കേട്ടല്ലോ. അപ്പം ശരി. അത് കുറേ ആകുമോ വരാൻ? വേഗം വരാൻ നോക്കാം. എനിക്ക് പേടിയായോണ്ടാ. ആ, മനസ്സിലായി. ചാൻസ്. പോട്ടെ. എൻ്റെ കൃഷ്ണ, ഇന്ന് രാവിലെ വരെ എന്നോട് സംസാരിച്ച ആളാ പോയേ. വേഷമൊക്കെ മാറിയപ്പോൾ ആളാകെ മാറിപ്പോയല്ലോ.
ഇപ്പൊ ഏതോ വലിയ വീട്ടിലെ ചേട്ടനെ പോലുണ്ട്. വലിയ വീട്ടിൽ തന്നെയാണല്ലോ. യെസ്. എൻ്റെ കൃഷ്ണ, പെട്ടെന്ന് എന്താ ഏതോ നടുകടലിലെത്തിയിരിക്കണ പോലെ. എന്തോ ഒരു നിശബ്ദത, ആകെ ഇരുണ്ട് മൂടിയതുപോലെയുണ്ട്. കൊള്ളാം എൻ്റെ കൃഷ്ണ, നീ കൊണ്ടെത്തിച്ചത് നല്ല ആളുടെ മുമ്പിലോട്ടോ. നെടും മരവും വിടില്ല. സംസാരിച്ച് അങ്ങനെ എൻ്റെ ചെവി പൊട്ടണ കണക്കാക്കിയിരിക്കണോ. ഇതൊക്കെ അറിയണം. ഞാൻ ചോദിക്കേ വേണ്ട, എല്ലാം പറഞ്ഞോണ്ടിരിക്കും. നീ ഓർക്കണുണ്ടാവോ, ഇന്നാൾ ഞാൻ മീനോട്ടോട് ഇങ്ങനെ നിർത്താതെ സംസാരിച്ചപ്പോൾ മീനെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്താ അത്? എന്തോ ഒരു ഇംഗ്ലീഷ് വാക്ക്. നോൺ സ്റ്റോക്കിങ്. അത് തന്നെ കേട്ടോ ഇയാളും. നിർത്താണ്ട് സംസാരിക്കും. എന്തൊക്കെയോ പറയേണ്ട ആരുടെ കാര്യമൊക്കെയാണോ എനിക്ക് മനസ്സിലാവണില്ല. പിന്നെന്താ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇന്നലെ വന്ന ക്ഷമ ചോദിക്കുമെന്ന്. എനിക്ക് വിശ്വാസമായിരിക്കണം കൃഷ്ണ. ഞാൻ ഇന്നലെ ഛർദ്ദിച്ചപ്പോൾ എൻ്റെ കൃഷ്ണ വല്ലാണ്ടായിപ്പോയി, തീരെ വയ്യാണ്ടായിപ്പോയി. എത്ര നന്നായിട്ടാണ് നോക്കണേ. എനിക്ക് മനസ്സിലാവണില്ല, ഞാൻ ആരുമല്ലല്ലോ. പക്ഷേ എല്ലാം മനസ്സറിഞ്ഞ് ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ ആ ചേച്ചിക്ക് വേണ്ടിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു വിഷമം. മറ്റൊന്നും അല്ലേ കൃഷ്ണ, വേറെ ആരും എനിക്കിടയിലും ചെയ്തിട്ടില്ല എന്ന് അറിയാലോ. ആദ്യമായിട്ട് ഒരാൾ ചെയ്തപ്പോൾ മനസ്സറിഞ്ഞ് ചെയ്യണമെന്ന് തോന്നിപ്പോയി. രണ്ടാളും നന്നായി ജീവിക്കട്ടെ കൃഷ്ണ. അയാളെന്നെ അന്വേഷിച്ച് നടക്കണുണ്ടാവോ? അയാൾ എന്തിനെൻ്റെ പുറകെ നടക്കണേ? നടക്കുന്നുണ്ടാവില്ല. എന്തിനാ അമ്മയ്ക്ക് കാശ് കൊടുത്തേ? അമ്മയല്ലേ വാങ്ങി, അയാളെ തിരികെ വാങ്ങിക്കോട്ടെ. എനിക്കെന്താ, അവരെ പോലെ ദുഷ്ട മനസ്സുള്ളവരെ നീ ജനിപ്പിക്കല്ലേ എൻ്റെ കൃഷ്ണ. പൈസയ്ക്ക് വേണ്ടി അവരെന്നെ ആ ചേച്ചിയുടെ മുന്നിൽ പെട്ടില്ല എന്നെങ്കിൽ അവരെന്നെ പിടിച്ചേനെ, പിന്നെ അയാളുടെ അടുത്ത് കൊണ്ടുപോയനെ. ഇവിടെയും വരും, അതിനുള്ളിൽ പോകണം. എങ്ങനെയൊന്ന് പോവാ, എന്നെ വിടില്ലല്ലോ. എങ്ങനെയാലും ചേട്ടൻ്റെ അടുത്ത് പറയണം. എല്ലാം പറഞ്ഞ സമ്മതിക്കായിരിക്കും പോവാൻ. ലുക്ക് സാറേ മാഡം, ഇനി ഇവ ചെയ്തത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. സർ, ആക്ച്വലി എന്നതാ സംഭവിച്ചെന്ന് അവളോട് ചോദിച്ചോ? സംഭവിച്ചതോ? എടി ഫേബേ, എന്നാടാ? അവനെന്തേടി നീരജ്? എന്നാത്തിനാ? അത് ഞാൻ അവനോട് പറഞ്ഞോളാം. അവൻ എവിടാന്ന് മര്യാദയ്ക്ക് പറ. തെജേനു, വലിയ ഭീഷണിയൊന്നും വേണ്ട കേട്ടോ. ആഹാ, എടാ സന്ദീപേ, കേട്ടോടാ, നീയൊക്കെ എല്ലിടി ഇന്നലെ ജനുവിന്റെ പേരിൽ മിസ്സിന് കംപ്ലൈന്റ് കൊടുത്തേ? അതെ, ക്ലാസ്സിലുള്ള പെൺകുട്ടികളോട് മര്യാദയ്ക്ക് പെരുമാറണം. നീ ഇന്നലെ രേവതിയുടെ കൈക്കയറി പിടിക്കുന്ന നീരജ് കണ്ടതാ. അത് കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചേ. ഓ, രേവതിയുടെ കൈ കയറി പിടിച്ചതാണോ മോളുടെ പ്രശ്നം? എന്നാലേ കംപ്ലൈന്റ് കൊടുത്ത മോളുടെ ഗ്യാങ്ങിനോട് പറ, ഇതും കൂടെ ചേർത്ത് കൊടുത്തോളാൻ. വിട്ട ജനു, കൈ വിടടാ ജനു. ഓ, ഇതാര്? കോടീശ്വരി ഇവാമറിയ മാത്യു. നീ പറയുമ്പോ വിടാനല്ലല്ലോ ഞാൻ ഇവളുടെ കൈ കയറി പിടിച്ചേ. എടാ കോപ്പേ, മര്യാദക്ക് എന്റെ കൊച്ചിന്റെ കൈ വിടാനാ പറഞ്ഞേ. എന്നാ പിന്നെ ഇവളുടെ കൈ വിട്ടേക്കാം, നിന്റെ കൈ പിടിക്കാം. അതാണെ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും. പഞ്ഞി പോലെയല്ലേ കോട്ടൺ ക്യാൻഡി, അതിങ്ങനെ. പാലമറ്റവും പാലക്കിലുമായിട്ട് എനിക്ക് വലിയൊരു ആത്മബന്ധമുണ്ട്. പക്ഷെ സത്യം പോലെ പറയണമല്ലോ. ദേ ഇവയെ നിർത്തിക്കൊണ്ട് തന്നെ പറയാം മാഡം, പഠിത്തത്തിൽ ഉഴപ്പാൻ ഇവയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ.
ഇവയ്ക്ക് താല്പര്യമുള്ളത് മാത്രമേ ചെയ്യത്തുള്ളൂ. ഇന്ന് ചെയ്തതിന് ഏറ്റവും കുറഞ്ഞ ശിക്ഷ ഒരു സസ്പെൻഷനായിരുന്നു. കോളേജ് ആകുമ്പോൾ ഇതൊക്കെ സർവ്വസാധാരണം. പെൺപിള്ളേരും കൂടി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയ ആ എൻ്റെ പെങ്കൊച്ച് പഠിക്കാൻ ഇച്ചിരി പുറകോട്ടായിരിക്കും എന്ന് വെച്ചേച്ച് കൊച്ചിനോട് മോശമായിട്ട് പറഞ്ഞാൽ കൈയും കെട്ടി നോക്കി നിൽക്കാനൊന്നും ഞാൻ എൻ്റെ കൊച്ചിനെ പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങളെക്കാൾ കൂടുതൽ അവളെ നോക്കിയതും വളർത്തിയതും അവളുടെ ആങ്ങളമാർ തന്നെയാണ്. അവൾ മൂക്കല്ലേ ഇടിച്ച് പരത്തിയുള്ളൂ. ആ ചെറുക്കന്മാരറിഞ്ഞ ആ കൊച്ചിനെ വാരിയെടുക്കാൻ പോലും ബാക്കി കാണുകയില്ല. സാറിന് അറിയാത്തതൊന്നും അല്ലല്ലോ, അല്ലയോ? എനിക്കത് അറിയാവുന്നത് കൊണ്ട് തന്നെയാ ഞാൻ മേഡത്തിനെ തന്നെ വിളിച്ചത്. ഞാൻ ആ കൊച്ചിൻ്റെ വീട്ടുകാരോട് സംസാരിച്ചോളാം. സാറിൻ്റെ സ്റ്റുഡൻസിനെ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. താങ്ക് യു സാറേ മേഡം. താങ്ക് യു സർ. കൈ വിട്ടേ ബാ, അടിച്ച് നിന്റെ ചെവിക്കൽ ഞാൻ പോക്കും കേട്ടോ. അതെന്നാണ് നീ ആ ചെറുക്കൻ്റെ മോന്തയൊക്കെ കാണിച്ചു വെച്ചേക്കുന്നേ? എന്റെ കർത്താവ്, എനിക്ക് മേലെ ഇതിനെ കൊണ്ട് നാറിയെ രണ്ടെണ്ണം വളർത്തിയതിന്റെ കോണോ. മിക്കവാറും കെട്ടിപ്പൊട്ടി പാഴ്സലാക്കി നിന്നെ ഞാൻ തന്നേടെ അടുത്തോടായിരിക്കും ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് അന്നേരെ അറിയാം നീ മമ്മി അവിടെ ഇരുന്ന് കുണുണെന്ന് പറയുന്നത് കേട്ടപ്പോ എന്നെ കുറ്റം വെക്കാനാണെന്ന്. വീട്ടിൽ പോകല അതിപ്രസംഗി. എന്നാ നേരത്താണോ രാവിലെ തന്നെ? നീ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നതല്ലേ വാ. നീ ഇന്ന് ക്ലാസ്സിനകത്തും കയറണ്ട, ഒരു കോപ്പിനകത്തും കയറണ്ട. മര്യാദക്ക് എൻ്റെ കൂടെ വരാൻ നോക്കും. ഞാൻ വരത്തില്ല. തന്നെ കൊച്ചേ, എൻ്റെ കൈ മേടിച്ച് കെട്ടുവേ. ആ ചെറുക്കൻ്റെ വീട്ടിൽ പോയിച്ച് നടന്ന കാര്യം പറയാം വാ. പിന്നെ ഞാനൊന്നും ഇല്ല, തന്നെത്താൻ അങ്ങ് പോയച്ചാൽ മതി. എനിക്ക് ഡാൻസ് ക്ലാസ്സിൽ പോകണം. നീ ഇന്ന് ക്ലാസ്സിലും കയറത്തില്ല, ഡാൻസ് ക്ലാസ്സിലും പോകത്തില്ല. എൻ്റെ കൂടെ വരത്തേ ഉള്ളൂ. ആ ഞാൻ വീട്ടിൽ വരാം, വൈകിട്ട് വരാവേ. എന്താ തമ്പുരാനെ, ഇനി ആ പന്നക്കൊച്ച ചെറുക്കന്മാരോട് വല്ലതും പറഞ്ഞ. ഹലോ ഹലോ സാറാ മാം, ആലീസ് മാം സ്റ്റുഡിയോയിലാണ് കേട്ടോ. ആ അറിയാം. 10:30 ആകുമ്പോൾ കഴിയല്ലേ? അതെ മാം, കഴിയും. ഓക്കെ. ആ ഇതേ ഞാൻ എത്തി. ഓക്കെ, ഞാൻ കണ്ട് പോവാം. ഓക്കെ സർ. സർ ഡിഡ് ദേ കം? ആ വന്നല്ലോ. Good morning, Mr. Danny. Hi, good morning. Shavi? Will you have tea or coffee? Sure, coffee. പക്ഷേ ഇപ്പം നമുക്ക് ബിസിനസ്സിലേക്ക് കിടക്കാം. Hey, Danny, relax. We can talk. Okay. രാധിക? Paperwork is all done. Yeah. Yes, I know, but ഇനി എന്നാ പ്രശ്നം? Look, Danny, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. I want the project to be delivered by the end of this financial year. It's not me, അറിയാമല്ലോ. പീറ്റർ, എല്ലാ റെസ്പെക്റ്റോടും കൂടിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് പോസിബിൾ. നമുക്കെല്ലാം അറിയാം ഈ പ്രോജക്റ്റ് നീഡ്സ് 2 years. സോ ബൈ ദി എൻഡ് ഓഫ് ദിസ് ഇയർ ഹൗ ഇറ്റ് വിൽ പോസിബിൾ? സാധിക്കും. നോക്കൂ ഡാനി, നോവ സ്ട്രക്ചേഴ്സ് ഓൾറെഡി അവരുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കുമെന്ന് പ്രോമിസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കട്ടെ? ഓൾ റൈറ്റ്, ഗിവ് ദം. കൊടുത്തോ? കൊടുക്കുന്നതിന് മുന്നേ ഒരു വലിയ നഷ്ടപരിഹാരത്തിന് റെഡി ആയിക്കോണം. കോൺട്രാക്റ്റിൽ അതും കൂടെ കിടക്കട്ടെ, അല്ലയോ? എന്നാ പറയുന്ന രാധിക? ഇഫ് ദേ മീറ്റ് യുവർ ഡെഡ് ലൈൻസ് ദേ വിൽ കവർ യുവർ ഫിനാൻഷ്യൽ ലോസസ്. ട്രസ്റ്റ് മീ. ആഫ്റ്റർ ദാറ്റ് നമ്മൾ വീണ്ടും കാണും, യു ആൻഡ് മീ. Danny, I just can't control my pressure. I'm the one facing pressure.
പീറ്റർ, എനിക്കറിയാം. യു ആർ എ റീസണബിൾ മാൻ ആൻഡ് യു നോ ദാറ്റ് നോ വൺ ക്യാൻ മാച്ച് യുവർ ടൈം ലൈൻസ് ആൻഡ് അവർ ക്വാളിറ്റീസ്. സോ വൈ ദിസ് പ്രഷർ? സോറി ഡാനി, I just can't compromise. എടാ പീറ്ററെ, ഇംഗ്ലീഷ് തുപ്പുന്ന ഡാനിയെ നീ കണ്ടിട്ടില്ലടാ. നല്ല പച്ച മലയാളം തുപ്പുന്ന ഡാനിയെ നീ കണ്ടിട്ടില്ല. ഡാനി പറയട്ടടാ നാറി, വെറും ഡാനിയല്ല, ഡാനി സാറ എബ്രഹാം. എടാ വാക്കിന് നിറിയില്ലാത്ത ചെറ്റ്. ഞങ്ങളുടെ ഷീറ്റ് വരെയല്ലേ, മനസ്സിലായില്ലല്ലേ? പറഞ്ഞുതരാം. റബ്ബർ ഷീറ്റ് അടിക്കുന്ന മിഷ്യൻ വരയിൽ അതിനകത്തോട്ട് ചണ്ടി കയറിയിറങ്ങി അതിങ്ങനെ ഷീറ്റായിട്ട് വരുന്ന കാണാൻ നല്ല രസമാണ്. നിന്നെ അതിനകത്തോട്ട് കയറ്റി അരച്ചിങ്ങോട്ട് എടുത്ത ഉണ്ടല്ലോ പീറ്ററെ, പഠിച്ചെടുക്കാൻ പോലും കാണുകയല്ലട നാറി. നീ ആരോടെ ഉമ്മാക്കി കണ്ടച്ച ഡാനിക്കിട്ട് ഉണ്ടാക്കാൻ നിൽക്കുന്നതെന്ന് അറിയോടാ? എന്നാ നീ കേട്ടോ പീറ്ററെ, നീ നോവ സ്ട്രക്ചറിൻ്റെ ഒരു കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. ഡാനി കഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് ഡാനിക്കപ്പുറം പോവത്തില്ലടാ. നീ നോവയുടെയും ഫിലിപ്പിൻ്റെ താങ്ങാൻ നിൽക്കല്ലേ പീറ്ററെ, വലിയ നഷ്ടമായിരിക്കും. അപ്പം എങ്ങനെ എല്ലാം പറഞ്ഞ പോലെ നീ ഉപ്പിടണ മോനെ നാറി പീറ്ററെ. നമുക്കത് ശരിയാക്കാം. നല്ല കൊച്ച്, രാധിക കൊച്ചേ, അതങ്ങോട്ട് കൊടുത്തേ, അപ്പനെ ഉപ്പിടട്ടെ. ശരി സാർ. സാറിന്റെ സിഗ്നേച്ചർ വേണം കേട്ടോ. താങ്ക് യു സോ മച്ച് സാർ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫാന്റാസ്റ്റിക് വർക്ക്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. കാൻഡിഡേറ്റ്സിനുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ റെഡിയാക്കിയോ? സർ, സാജൻ സാർ എല്ലാം ചെയ്തായിരുന്നു. എല്ലാം ശ്രദ്ധിച്ചോണം. ശരി സർ. എന്നാടി വച്ചേ? ഞാൻ എത്തി. ഒന്നും അറിയണ്ടല്ലോ, അപ്പനും മക്കളും കെട്ടി ഒരുങ്ങി രാവിലെ അങ്ങ് പോയാ പോരെ. തല തെറിച്ചവള് കാണിച്ചു വെക്കുന്നതിന് ബാക്കിയുള്ളവൻ കിടന്ന് ഓടണം. എന്നായാലും നല്ല അഭിപ്രായമാ പുന്നാര മോളെ കുറിച്ച്. എന്റെ കൊച്ചിനെ കുറിച്ചുള്ളതൊക്കെ മതി. എന്നാ പിന്നെ തന്നെത്താനെ വന്നും കേൾക്കാൻ മേലായിരുന്നു. എന്റെ കുഞ്ഞ് എന്തിയേ? അവള് 4 കാലിൽ ഓടിയിട്ടുണ്ട് വീട്ടിലോട്ട് വരാൻ പറഞ്ഞപ്പോ. നീ എന്നിട്ട് എവിടെ അടി കൊച്ചേ? ഞാൻ കോളേജിന്റെ മുന്നിൽ ആലീസിന്റെ ഓഫീസിലോട്ട് പോവാ. അവളെയും കൂട്ടി ആ ചെറുക്കന്റെ വീട് വരെ പോണം. എന്നതാവോ എന്തോ. എന്റെ പപ്പായി ആ ചെറുക്കന്റെ മൂന്തി ഒന്ന് കാണണമെന്നേ എനിക്ക് അങ്ങ് സങ്കടം വന്ന്. അവളത് എന്നെ ഇടിച്ചതാന്നാ. എന്റെ കൊച്ചിന്റെ പവറാ. പപ്പായി എന്റെ വായിന്ന് വല്ലതും കേക്കുവേ. പവറല്ല, റബ്ബർ. ഞാൻ പറയുന്നില്ല. എന്നാ ശരി. മേ ഐ കം ഇൻ സർ? ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. സർ, ഇന്റർവ്യൂ 3rd ഫ്ലോറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാജൻ സാർ പറഞ്ഞായിരുന്നു. ഞാനാ സാജനോട് പറഞ്ഞത്. ഡാനി ഒരു ക്ലയന്റ് മീറ്റിങ്ങിന് പോയേക്കുവാ. സോ ഐ വിൽ ഡു ഇറ്റ്. ഓക്കെ സർ, ഐ വിൽ അറേഞ്ച് ഇറ്റ്. ഫസ്റ്റ് ഇന്റർവ്യൂ സർ, റഹീം സാർ ആൻഡ് ഷിക മാം. സെക്കൻഡ് ഇന്റർവ്യൂ ഫെബിൻ സാർ നടത്തും. ആഫ്റ്റർ ദാറ്റ് എബിൻ സാർ. ഓക്കെ. ബാക്കി കാര്യങ്ങൾ ഇന്ന് അറേഞ്ച് ചെയ്യും. ഓക്കെ, താങ്ക് യു സർ. പ്രകാശ, ഇവന്റ് തുടങ്ങിയോ? പ്രോഗ്രാം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയുണ്ട്? അത്ര ചെറിയ ഇവന്റ് അല്ല, ഇറ്റ്സ് റിയലി ബിഗ്. കാരക്കാട്ടുകാരും ഉണ്ട്. അവനെ ഒന്ന് ശ്രദ്ധിച്ചോണം. എബിയെ 11 മണിക്കുള്ളിൽ എത്തുക കേട്ടോ. സാർ, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ശരി. Hello and very good morning, ladies and gentlemen. A very, very warm welcome to the absolutely wonderful, beautiful, and special day that brings together so many special peoples like you. I'm Arya Anuradha Dev, and today I have the pleasure of being your hostess of this day. ഇന്നത്തെ ഈ ദിവസം ആരംഭിക്കുന്നത് ഒരു സ്റ്റണ്ണിംഗ് വിഷ്വൽ ട്രീറ്റിലൂടെ തന്നെയാകാം. സോ ലെറ്റ്സ് വെൽക്കം ദി ഫാഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റുഡൻസ് ഓഫ് ദിസ് കോളേജ്. പ്ലീസ്
join me in welcoming these creative and innovative individuals as they showcase their stunning design on the runway. I rise, I shine, I'm on my grind. No stopping me, I'm gonna climb. Dreams so big they touch the sky. Watch me soar, I'm flying high. I'm a rising star. Yeah, here I go. Feel the fire, watch me glow. Step by step, I'm breaking through. This is my time, it's what I do. Like flashing stage is mine. Hearts pumping, it's my time. Big clap, big clap. And yes, of course we will continue, but before moving ahead, we would like to express our heartfelt gratitude to our valuable sponsor who have made this event possible. Big thanks to the Managing Director of Sarah's Wedding Collection, HR Department Head of Palamatum and Palakkal Development Group, Mr. Ebin Matthew, our mutual fund distributor and costume designer. I would now like to request to please share a few words with all of us. Good morning, everyone. Thank you very much. With too much excited. Really, I'm delighted to join this program and look forward to making meaningful contributions. I'm Ebin Matthew from Pala. I believe at least a few people know me. Okay, I'm thrilled to see so many talented students here today. I'm really appreciate. Success is, I believe, if I'm satisfied with myself, but I do. And if I spread the happiness on others' face and successful, no matter what I have, what I'm looking for. Of course, you can. And keep these magic words. Let it go. Thank you so much. Thank you so much, guys. Thank you very much. ഹാ എടാ എബിയേ നിന്നെ കൊള്ളാം അല്ലയോടാ കൊച്ചിനെ ഒരു പരിപാടിയോ അങ്ങ് സ്പോൺസർ ചെയ്ത് പെമ്പിള്ളാരെയൊക്കെ നീ അങ്ങ് കയ്യിലെടുത്തല്ലയോ എന്നാടാ ചെക്ക വല്ല നേട്ടവും ഉണ്ടോ ഹാ എന്നായാലും എന്നാ രസമായിരുന്നു എന്റെ പിള്ളേർക്കൊന്നും ഈ കഴിവില്ല കേട്ടോ പക്ഷെ കഴിവ് കൊണ്ട് അവർ ഒന്ന് രണ്ട് കാര്യമൊക്കെ നേടാൻ നോക്കി പക്ഷെ പാലമറ്റത്തെ തല നിറച്ചൊരുത്തരുണ്ടല്ലോ അവനത് കീറി അങ്ങ് മുടക്കി. എൻ്റെ പൊന്ന് ഫിലിപ്പിച്ചായ കയറി ചൊറിയാൻ നിൽക്കല്ലേ. ഇപ്പം ഞാൻ അതിനോട് മൂഡിലല്ല. എബിക്ക് പറ്റിയ സ്ഥലവും അല്ല. ഓ ആയിരുന്നേലും നീ അങ്ങ് ഉണ്ടാക്കിയേനെ അല്ലയോടാ പിള്ളേരെ. ഉണ്ടാക്കിയതൊക്കെ നീയൊക്കെ കുറെ കണ്ടിട്ടുള്ളതല്ലയോടാ ഫിലിപ്പച്ചായ. നിങ്ങൾ പ്രായപൂർത്തിയായെന്ന് വെച്ച് പിള്ളേർക്കൊന്നും വളരണ്ടായോ ഫിലിപ്പച്ചായ? പിന്നെ നീയൊക്കെ എന്നാ നേടിയെന്നാ? എൻ്റെ കൊച്ചിന് കഷ്ടപ്പെട്ട് കിട്ടിയ പ്രൊജക്റ്റ് നീയൊക്കെ കൂടി ഒതുക്കാൻ നോക്കിയതല്ലയോടാ നോവ ഫിലിപ്പേ. അതെൻ്റെ കൊച്ചൻ്റെ മിടുക്കുകൊണ്ട് തന്നെ അവൻ അങ്ങ് തിരിച്ചു പിടിച്ച്. നീ കുറെ തൊലിച്ചിട്ട് എന്നായടാ. സമയം കിട്ടുമ്പോൾ നീ അപ്പനൊന്ന് പറഞ്ഞു കൊടുക്ക എൻ്റെ നോവയെ. നിൻ്റെ അപ്പം മേരിയമ്മച്ചിയും വിളക്ക് വെച്ച് കയറ്റിയ കാലമല്ല ഇതെന്ന്. പിന്നെ പിലിപ്പച്ചായം പറഞ്ഞ ആ നേട്ടമുണ്ടല്ലോ. എടാ നോവേ, നിനക്കറിയാവോടാ നിൻ്റെ അപ്പന് പണ്ടും വലിയൊരു നേട്ടം ഉണ്ടായിട്ടുണ്ട്. നാട്ടുകാർ കൂടിക്കൊടുത്തൊരു നേട്ടം. ആ ഓരോതമ്മച്ചിയുടെ കീറിയൊരങ്ങ് പിടുത്തം. ഓ അതിനിപ്പോൾ എന്നാ കുറ്റം പറയാനാ? പണ്ടും പെമ്പിള്ളാരുടെ ഇടയിൽ കിടന്ന് നേട്ടം ഉണ്ടാക്കാൻ ഫിലിപ്പച്ചായനെ കൊണ്ടേ പറ്റത്തുള്ളൂ. അതിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ എൻ്റെ ഫിലിപ്പച്ചായ. എന്നിട്ട് വാ. എബി നിന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഒന്ന് പോടാ ചേക്കനെ, നീ വെറുതെ പറ്റിക്കുവോ? കാണിക്കാന്ന് പറഞ്ഞേച്ച്. അല്ലടാ കാണിക്കാണോ എബി? എപ്പോഴാന്ന് വെച്ച സമയം പറഞ്ഞേച്ചാൽ മതി. ഇപ്പം അപ്പനെയും വിളിച്ചോളൂ വീട്ടിൽ പോടാ. പ്രകാശേ വണ്ടി എടുക്കുക.
അപ്പനോട് ഞാൻ പറഞ്ഞതല്ലേ ഇപ്പം അവനോട് മുട്ടാൻ നിൽക്കണ്ടെന്ന്. ഹാ വരട്ടയുടെ ചെറുക്ക, ആ മാത്യുവിൻ്റെ അല്ലേ വിത്ത്. ആ അപ്പൻ അത് പറയാം. എബി ആയതുകൊണ്ട് ഇത്ര ഒതുക്കി. ആ ഡാനിയങ്ങാനും പറഞ്ഞെങ്കിൽ എൻ്റെ 2 പല്ല് പോയേനെ. ഹാ നാണം കെട്ടവനെ. ഈ കാരക്കാട്ടുകാർക്ക് ഇത് എന്നാത്തിൻ്റെ കേടാ. വരട്ടെ പ്രകാശേ, കാരക്കാട്ടുകാർ ഇനിയും നാറിത്തരം കാണിക്കാൻ വന്ന അതിലും വലിയ നാറികളാണ് നമ്മളെ നിങ്ങൾ തെളിയിച്ചങ്ങ് കൊടുക്കും. അപ്പാവന്മാരുടെ കഴപ്പ് നിൽക്കുമെന്ന് നോക്കാം. പിന്നല്ല, ഇനിയിപ്പോൾ ഡാൻസാറിൻ്റെ വകി ഒരു പൂരം കാണും. ആർക്കറിയാം ഇനി അവൻ എന്നെയൊക്കെ കാണിച്ചു വെക്കുമെന്ന്. എതുക്ക് ഞാൻ കൊള്ളാനുള്ള ദേഷ്യം പറഞ്ഞിട്ടുണ്ട്. ഞാനില്ലാതെ ഒരു ദിവസം നിനക്കൊക്കെ അവളെ എങ്ക ഇരുന്നാലും എനക്ക് വേണം. നിങ്ങൾക്ക് தெரியாது, 29 വർഷം ഞാൻ ഈ നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നത്. எல்லாமே நாசமாக்கிட்ட என்ன பண்ணிட்டு இருந்தேன். என்ன வேணாலும் செய். 2 நாளுக்குள்ள எனக்கு அவளை இங்க வேணும். புரிஞ்சுதா சரவணா? ശിവേട്ടാ, கார் எடுக்கு. അതെന്തായിരിക്കും? ആദ്യമായിട്ട് വന്നു. ഓക്കെ, നീ ഇത്ര നേരമായിട്ട് ഇതിനകത്ത് തന്നെ ഇരിക്കുമോ എന്നിട്ട് കൊച്ചേ? ബോറൊന്നും അടിച്ചില്ലയോ? അല്ല എന്നാ നീ പകൽ സ്വപ്നം കണ്ടിരിക്കുന്നേ? ഞാൻ വന്നേച്ച് കുറേ നേരമായേ. അയ്യോ ഞാൻ അറിഞ്ഞില്ല വന്നത്. ഞാൻ ഓർത്താണോ? അവിടെന്താ ആരാ? എന്റെ കൃഷ്ണ, വാതിലൊന്ന് തുറക്കാൻ പറ്റിയിരുന്നില്ല. പേടിയാവുന്നു. എന്താ വിളിക്കാൻ പറഞ്ഞിരുന്നേ? ഡാനിച്ചായനൊന്നും വന്നിരുന്നെങ്കിൽ. കൊച്ചേ, കുഞ്ഞവിടെ ഇല്ലെന്ന് തോന്നടി. പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടില്ലയോ? പിന്നെ നീ എന്നാത്തിന് കിടന്ന് കൊട്ടുന്നേ? ഷോ, അങ്ങ് പാലാക്കി പോയി കാണുമോ? പാത്രം ഒന്നും തന്നില്ല കേട്ടോ. ഓ തരാതൊന്നും പോവുകയല്ല, നീ ഇങ്ങോട്ട് വന്നേ. ആ എന്നാ നിങ്ങൾ അങ്ങോട്ട് നടക്ക്, ഞാൻ 5-6 ചുള്ളി എടുത്തേ ഞങ്ങൾ വരാം. ആ എന്റെ കൃഷ്ണ, രാജ്യനൊക്കെ ആയിരുന്നു. ആ ചേട്ടൻ വരണവരെ അവർ പോവേണ്ടിയിരുന്നില്ല. ഞാനങ്ങ് പേടിച്ചു പോയി. എങ്ങനെ പേടിക്കാണ്ടിരിക്കും? കാടിനുള്ളിൽ ഒരു വീട്. ഹായ് സാറാ. ഹായ്, ആലിസിനോടൊന്ന് പറഞ്ഞേക്ക് ഞാൻ എത്തിയിട്ടുണ്ടെന്ന്. ഷുവർ മാം, ഞാനിപ്പോൾ പറയാം. അവിടെ വെയിറ്റ് ചെയ്തോ. ഓക്കെ. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വടക്കൻ ജില്ലകളിൽ നാളെയും റെഡ് അലർട്ട് തന്നെയാണ്. അതിതീവ്രമായ മഴ പെയ്യും. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെ തീവ്ര മഴ പെയ്യും. അതായത് ഓറഞ്ച് അലർട്ടാണ്. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ 11 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈസ് ഇറ്റ് ഓക്കെ? യാ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ആ ചായ, ഞാൻ വന്നെന്ന് ചാച്ചിയോടൊന്ന് പറഞ്ഞേക്ക്. ശരി സർ. മോർണിംഗ് സർ. മോർണിംഗ്. ട്രാൻസ്പോർട്ടേഷൻ വേണ്ട ഡീറ്റെയിൽസ്? സർ, ഡാനിസാൻ്റെ സൈൻ വേണ്ടതുകൊണ്ട് രാധിക കൊണ്ടുപോയിട്ടുണ്ട്. രാധിക എപ്പോൾ വരും? പോകുന്ന വഴിക്ക് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. ഇപ്പം മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ. സർ, ഷോർട്ട് ലിസ്റ്റിലുള്ളവരുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലേറ്റ് ആക്കണ്ട. ഓക്കെ സർ. I always need perfection in my work, sir. What are your technical skills? HRIS requirement software. Okay, very good. Why should I hire you? Sir, I'm really passionate about HR because I enjoy working with people and
and helping organizations succeed. ഓക്കെ, താങ്ക് യു ആദിത്യ. Thank you, sir. കൃഷ്ണ ഇല്ലാണ്ട് കിടക്കണ കിടപ്പ് നോക്ക്. പാവം പാചോടി അല്ലാണ്ട് ഒന്നും അറിയില്ലാന്ന് തോന്നണു. ആൺകുട്ടികളൊക്കെ ഇങ്ങനെയാണോ? ഒന്നുമില്ലല്ലോ. പിന്നെന്താ ഉണ്ടാക്കി വെച്ചിരിക്കണെന്ന് പറഞ്ഞേ? വായിരിക്കും ഉണ്ടാക്കി വെച്ചിരിക്കണേ. വാചോടിക്ക് എന്തെങ്കിലും കുറവുണ്ടോ? എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിരിക്കണെന്നാ പറഞ്ഞേ. ഹായ് ഫ്രിഡ്ജ്. തണുപ്പ് ഐസ്. മീൻകാരൻ്റെ കയ്യിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഐസ്. അതാണെച്ചാലോ അപ്പടി മീനാറ്റം കഴുകിയെടുക്കണം. അപ്പോഴേക്ക് അലിഞ്ഞോ പിടിക്കില്ലേച്ചാൽ കൂടി സഹിക്കായിരുന്നു. ഇതിൽ മീനാറ്റം ഇല്ല. കൃഷ്ണ ഇപ്പോഴെങ്ങനെ വരുമോ? ഞാൻ ഫ്രിഡ്ജ് തുറന്നെന്ന് അറിയുന്നുണ്ടാവുമെന്തോ. ഇതിലൊന്നുമില്ല. പരസ്യമൊക്കെ കാണുമ്പോൾ നല്ല നിറയുണ്ടല്ലോ. ഈ മൊബൈലിലെല്ലാം അറിയാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ തുറന്ന് അറിയുന്നുണ്ടാവോ? എന്നോട് വീട്ടിൽ എന്ത് വേണമെങ്കിലും ചെയ്തോളാനല്ലേ പറഞ്ഞേ? പിന്നെന്താ? കറിയാകെ അഴുക്കായല്ലോ, പതിഞ്ഞു പൊങ്ങി. വിശക്കണോ? ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിയുള്ള പ്രശ്നം ഇതാ. എൻ്റെ കൃഷ്ണ, ഇത്ര ദിവസമായി എൻ്റെ കൃഷ്ണ കൈ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ട്. നല്ല ചോറും കറിയൊക്കെ കഴിക്കാൻ കൂതിയാവണം. വേണ്ട കേട്ടോ ചിന്തു, എന്തൊക്കെ ആഗ്രഹിക്കണേ. ഇന്നോ നാളെ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ വല്ല അമ്പലനാടിലും പോയിരുന്ന് തെണ്ടേണ്ട പെണ്ണ. ആവശ്യമില്ലാത്തൊക്കെ ആഗ്രഹിക്കണം. എന്താ ചെയ്യാ? ആ മാമനാർ കണ്ണടയണതിന് മുന്നേ ഒന്ന് പറഞ്ഞിട്ട് പോയിരിക്കണം. കയ്യിൽ നിന്നുള്ള സത്യവും വാങ്ങിയിട്ട് എൻ്റെ കുട്ടി ആരുടെയും വിഴുപ്പലക്കാൻ പോകരുത് കേട്ടോ. ഒരു വീട്ടിൽ പറഞ്ഞിട്ട് പോയ ആൾക്ക് എന്തെങ്കിലും അറിയണോ? ഇങ്ങനെ ജീവിക്കാം. അമ്മായിനെ ഏൽപ്പിച്ച് മോളിപ്പോൾ ഏത് നിലയിലാന്നാ വിചാരം? വല്ല അറിയണോ മോളി ഇരുന്നിട്ട്? കാണുന്നവർക്കും കേൾക്കുന്നവർക്കൊക്കെ ഇത്ര പെട്ടെന്നേക്കും അത് അവസാനിക്കണല്ലേ. നിനക്കറിയണമല്ലോ ആർക്കാ എന്നെ അറിയാൻ സാധിച്ചത്? എങ്ങോട്ടൊന്നില്ലാതെ അന്ന് രാത്രി ഇറങ്ങി ഓടിയത്. എനിക്കറിയില്ലാത്ത വഴികളും കാടുകളും. അവസാനമല്ല, ഇവിടുന്ന് ഓടണമല്ലോ. എവിടെ നിൽക്കും കൃഷ്ണ എൻ്റെ കാല്? എവിടെയായിരിക്കും നില ഉറപ്പിക്കുക? എവിടെയായിരിക്കും എൻ്റെ ഓട്ടം അവസാനിക്കുക? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഇത്ര ആണേച്ചാലും ഒരാണിൻ്റെ കൂടെയല്ല ഞാനിവിടെ. പുറത്തെറിഞ്ഞ എന്തൊക്കെ കഥകളായിരിക്കും എന്നെ പറ്റി. പോട്ടെ, ആ ഏട്ടനെ പറ്റി പറയാതെ പോണത് ശരിയല്ല. ഒരിക്കലും പറഞ്ഞിട്ട് പോകണം.